ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിനായി എത്തുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളുണ്ട്. അവരുടെയും കുടുംബത്തിന്റെയും സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്ന ഇടമാണ് കാനഡയും അമേരിക്കയും ഒക്കെ. എന്നാൽ ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന വാർത്തകളാണ് സമീപകാലത്തായി പുറത്തുവരുന്നത്. വർഷങ്ങളായി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ പ്രിയപ്പെട്ട ലക്ഷ്യസ്ഥാനമായിരുന്നു കാനഡ. മികച്ച പഠനം, നല്ല ജോലി, അതിലുപരി പെർമനന്റ് റെസിഡൻസി അഥവാ PR എന്ന സ്വപ്നം. എന്നാൽ ഈ ചിത്രം മാറുകയാണ്. കാനഡയിലെ മഞ്ഞു പുതച്ച തെരുവുകളിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആവേശം കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. BBC പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കാനഡയിൽ പഠിക്കാനെത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് കാനഡയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരുന്നവർ ഇന്ന് ആ പടിവാതിലിൽ നിന്ന് പിന്നോട്ട് മാറുകയാണ്. എന്താണ് ഇതിന് കാരണം? കാനഡയിലെ ജീവിത ചെലവാണോ, അതോ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലുകളോ? ഇത് നമ്മൾ പരിശോധിക്കുന്നത് കാനഡയിലെ മാറിയ സാഹചര്യങ്ങളെ കുറിച്ചാണ്. നമുക്ക് കണക്കുകളിലേക്ക് നോക്കാം. IRCC നൽകുന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം 2023 അവസാനത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റഡി പെർമിറ്റ് അപേക്ഷകളിൽ 86% ഇടിവാണ് ഉണ്ടായത്. 2021 ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ ഏകദേശം 1,80,000 അപേക്ഷകൾ ലഭിച്ചെടുത്ത് ഒക്ടോബർ ഡിസംബർ ആയപ്പോഴേക്കും ഇത് വെറും 14,000-ഓളമായി കുറഞ്ഞു. ഇതൊരു ചെറിയ മാറ്റമല്ല. കാനഡയിലെ ഇന്റർനാഷണൽ വിദ്യാർത്ഥികളിൽ 40% ഇന്ത്യക്കാരാണ്. അവരുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ കുറവ് കാനഡയിലെ വിദ്യാഭ്യാസ മേഖലയും സാമ്പത്തിക വ്യവസ്ഥയും ഒരുപോലെ ബാധിക്കും. 2024 അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കാനഡ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. ഈ ഇടിവിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര തർക്കങ്ങളാണ്. 2023 സെപ്റ്റംബറിൽ കനേഡിയൻ പ്രധാനമന്ത്രി പാർലമെന്റിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കി. ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുകൾക്ക് പങ്കുണ്ടാകാം എന്ന ആരോപണം കടുത്ത നയതന്ത്ര പ്രതിസന്ധിക്കാണ് വഴിമാറിയത്. ഇതേ തുടർന്ന് വിസ നടപടികളിൽ കാലതാമസമുണ്ടായി. ഇന്ത്യയിലെ കനേഡിയൻ നയതന്ത്രജ്ഞരുടെ എണ്ണം കുറച്ചതും പ്രോസസിംഗ് സമയത്തെ ബാധിച്ചു. ഇതിനു പുറമെ ഇന്ത്യ നൽകിയ ട്രാവൽ അഡ്വൈസറുകളും വിദ്യാർത്ഥികളെയും കുടുംബത്തെയും മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ നയതന്ത്ര പ്രശ്നങ്ങൾ മാത്രമല്ല ഇതിന് കാരണം. അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധി ഇവിടെയുള്ള വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ട്. അത് ഹൗസിംഗ് ക്രൈസിസ് അഥവാ താമസ സൗകര്യങ്ങളുടെ കുറവാണ്. ടൊറന്റോ പോലുള്ള നഗരങ്ങളിൽ ഒരു ചെറിയ മുറിക്ക് പോലും 800 മുതൽ 1,200 കനേഡിയൻ ഡോളർ വരെയാണ് വാടക. ഒരു മുറിയിൽ തന്നെ 4-5 പേർ തിങ്ങിപ്പാർക്കുന്ന അവസ്ഥയാണ് പലയിടത്തും. ഇതിന് പുറമെയാണ് ഭക്ഷണത്തിനും യാത്രയ്ക്കും വേണ്ടിയുള്ള ഭീമമായ ചിലവുകൾ. അതുകൂടാതെ കാനഡ ഗവൺമെന്റ് അടുത്തിടെ GIC തുക ഇരട്ടിയായി വർദ്ധിപ്പിച്ചു. മുമ്പ് $10,000 ആയിരുന്ന GIC ഇപ്പോൾ $20,635. അതായത് ഒരു വിദ്യാർത്ഥി കാനഡയിലേക്ക് വരണമെങ്കിൽ ഏകദേശം 13 മുതൽ 15 ലക്ഷം രൂപ പഠനച്ചെലവിന് പുറമെ ബാങ്കിൽ കാണിക്കണം. സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. പാർട്ട് ടൈം ജോലികൾ ലഭിക്കാനുള്ള പ്രയാസവും വിദ്യാർത്ഥികളെ നിരാശരാക്കുന്നുണ്ട്. ബിരുദം കഴിഞ്ഞിറങ്ങുന്നവർക്ക് പോലും PR ലഭിക്കാനുള്ള പോയിന്റുകൾ തികയ്ക്കാൻ ഇപ്പോൾ വലിയ കടമ്പകൾ കടക്കേണ്ടതുണ്ട്. കാനഡയിലെ വാതിലുകൾ അടഞ്ഞു തുടങ്ങുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ പുതിയ വഴികൾ തേടുകയാണ്. ഇപ്പോൾ കൂടുതൽ പേരും താല്പര്യം കാണിക്കുന്നത് ഓസ്ട്രേലിയ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളോടാണ്. ജർമ്മനിയിലെ കുറഞ്ഞ ട്യൂഷൻ ഫീസും പഠനശേഷം ലഭിക്കുന്ന തൊഴിലവസരങ്ങളും മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികളെ അങ്ങോട്ട് ആകർഷിക്കുന്നുണ്ട്. കാനഡയിലെ മാറുന്ന നിയമങ്ങൾ മൂലം ബിസിനസ് കൺസൾട്ടൻസികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞതോടെ പല ഏജൻസികളിലും മറ്റു രാജ്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞു. കാനഡയിൽ എത്തുന്ന വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ കാനഡ തങ്ങളെ ഇനി സ്വാഗതം ചെയ്യുന്നില്ലേ എന്ന ഭയമാണ് വിദ്യാർത്ഥികൾക്കുള്ളത്. ഇമിഗ്രേഷൻ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ കാനഡ ഗവൺമെന്റ് ബോധപൂർവം വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാതെ കൂടുതൽ ആളുകളെ കൊണ്ടുവരുന്നത് രാജ്യത്തിന് വലിയ ബാധ്യതയാകുമെന്നും അവർ കരുതുന്നു. ഇതിന്റെ ഇരകളാകുന്നത് നമ്മുടെ വിദ്യാർത്ഥികളാണ്. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെട്ടാൽ മാത്രമേ ഈ സ്ഥിതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകൂ എന്നാണ് പലരും കരുതുന്നത്. ചുരുക്കത്തിൽ കാനഡ എന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മുൻപത്തെ പോലെ ഒരു ഈസി ഓപ്ഷൻ അല്ല. രാഷ്ട്രീയ തർക്കങ്ങൾ മുതൽ സാമ്പത്തിക പ്രതിസന്ധികൾ വരെ ഇതിന് കാരണമാകുന്നുണ്ട്. കാനഡയിലെ പഠനവും ജീവിതവും ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയാണ്. നിങ്ങൾ കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കൃത്യമായ റിസർച്ചുകൾ നടത്തുക, പുതിയ നിയമങ്ങൾ മനസ്സിലാക്കുക, സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കിയ ശേഷം മാത്രം ഈ വലിയ ചുവടുവെപ്പ് നടത്തുക. കാരണം BBC റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ കാനഡയുടെ തിളക്കം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്.